ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. നേഴ്സായിട്ട് യു എയിലുള്ളവരോ അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം യു എയിൽ നിങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാം മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ മറുപടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം കെയറിൽ വർക്ക് ചെയ്യുന്ന ശേഷം എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ ജോലി കിട്ടും, ഹോസ്പിറ്റലോ ക്ലിനിക്കിലൊക്കെ ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പായും കിട്ടും. ഉറപ്പെന്ന് പറഞ്ഞാൽ 100% കിട്ടും. ഞാൻ അങ്ങനെ വന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയാ, ഹോം കെയറിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോം കെയർ ഇപ്പോൾ നമ്മൾ പേഷ്യന്റ് കെയറിന് തന്നെയാണ് പോകുന്നത്, അല്ലാണ്ട് അവിടെ വേറെ ഇതല്ല. അതായത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കുറെ പേഷ്യൻസ് ഉണ്ടാവുന്നു. ഇവിടെ ഒരു പേഷ്യൻസിനെ മാത്രമായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ ഹോം കെയറിൽ എൽഡർ കെയർ, ബേബി കെയർ അങ്ങനെ മാത്രമല്ല, ബ്ലഡ് കളക്ഷൻ, IV, പിന്നെ അതുപോലെ തന്നെ വാക്സിൻ, ഇഞ്ചക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോം കെയറിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാൻസ് കുറവായിരിക്കില്ല. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില ക്ലിനിക്കുകളിലൊക്കെ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനസ്തറ്റിക്കിന്റെ ക്ലിനിക്ക്, ഡെർമറ്റോളജിയുടെ, ഡെന്റല് അങ്ങനത്തെ ഏരിയയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് അവർ മസ്റ്റ് ആയിട്ട് നോക്കും. അതായത് പ്രീവിയസ് ഡെന്റൽ ഉണ്ടോ, പ്രീവിയസ് അനസ്തറ്റിക് ഉണ്ടോ, പ്രീവിയസ് ഡെർമ ഉണ്ടോ, കോസ്മെറ്റിക്കിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ, അതെല്ലാം നോക്കിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് ആളെ. അപ്പൊ അവിടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് വളരെയേറെ കൂടുതലാണ്. അപ്പൊ അവര് എന്ത് ചെയ്യുന്ന, ഹോം കെയറിലെ എന്താ പറയാ എക്സ്പീരിയൻസ് അവർ അത്ര കൺസിഡർ ചെയ്യാറില്ല. പിന്നെ അവർക്ക് ഫ്രഷേഴ്സിന് ഇതിനൊന്നും കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ട്, അപ്പൊ അങ്ങനെ എടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല, നിങ്ങളുടെ പ്രീവിയസ് ഓൾഡ് എക്സ്പീരിയൻസും കമ്പയർ ചെയ്തിട്ടാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ഓൾഡ് നിങ്ങൾക്ക് എന്തായാലും ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, എന്നാൽ മാത്രമാണല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കാനും ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ആ ഓൾഡ് എക്സ്പീരിയൻസും വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിലെല്ലാം ജോലി എടുക്കുന്നത്. അല്ലാണ്ട് പ്രീവിയസ് ഇപ്പോൾ UAയിലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ നോക്കും, അത് വാട്ടെവർ എവിടെയാണെങ്കിലും ഒരു കുഴപ്പമില്ല, അതായിട്ട് അവർ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ അതിന്റെ ഓൾഡ് ഫസ്റ്റ് എവിടെയെന്നുള്ള എക്സ്പീരിയൻസ് നോക്കും. പിന്നെ നിങ്ങളുടെ നോളജും കാര്യങ്ങളും എല്ലാം നോക്കി കഴിഞ്ഞിട്ട് പ്രീവിയസ് നിങ്ങളുടെ നല്ല ഒരു ICO അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നല്ല എക്സ്പീരിയൻസ്, നല്ല ഏരിയയിലൊക്കെ ആണെങ്കിൽ മോർ ചാൻസ് കൂടുതലാണ് കേട്ടോ. അല്ല ഇപ്പോൾ വാർഡ് കാര്യങ്ങൾ അങ്ങനെ ലെസ്സായിട്ട് വാർഡൊക്കെ ആണെങ്കിൽ അത്ര ചാൻസ് കുറവില്ല. അപ്പൊ നിങ്ങൾ ഹോം കെയറിന്ന് ഹോസ്പിറ്റലിലേക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ അവർ അത്ര എടുക്കില്ല. എന്നാലും ഔട്ട് പേഷ്യന്റ് സർവീസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചാൻസ് വളരെ കൂടുതലാണ്. അതായത് OPD അങ്ങനത്തെ ഏരിയയിലൊക്കെ കേട്ടോ. അപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും അനുസരിച്ചിട്ട്. പക്ഷെ ഹോം കെയറിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, ചാൻസ് കുറവായി പോകുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആ സബ്സ്ക്രൈബറുടെ ഒരു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മോർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായും മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.